എല്ലാവർക്കും ദിവ്യാസ് ഗാർഡനിലേക്ക് സ്വാഗതം. കർക്കിടക മാസമൊക്കെ നമുക്ക് പത്തല വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. കുറച്ചില നമ്മൾ ചീര, ചെറുപയർ അതൊക്കെ ഇവിടെ വാർപ്പിന് മുകളിൽ പാവിയിട്ട് ഉണ്ടായി നിൽക്കുന്നത് കാണിക്കാം കേട്ടോ. ഇതാണ് ചെറുപയർ നട്ടേക്കുന്നത്. ചെറുപയർ മുളച്ചേക്കണത് കേട്ടോ. അത് ചെറുപയറിൻ്റെ ഇല എടുക്കാൻ നല്ല ഔഷധ ഗുണമുള്ളതല്ലേ. അപ്പം അത് കുറച്ചെടുക്കാം. ഇതാണ് ചെറുപയറിൻ്റെ ഇല. ഇതാണ് ചെറുപയറിൻ്റെ ഇല. അല്ല, ഇത് ചെറുപയറിൻ്റെ ഇല. ചീര കാണിക്കുന്നു. 10 ഇല വേണം. ഇതിലിപ്പോൾ ഒരു ഇല ആയിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഇല പൊട്ടിക്കുക. ചീര കേട്ടോ. ഇതാ ചുവപ്പ് തന്നെ വേറെ എടുക്കണം. ചുവപ്പ് എടുക്കുക. പയറിൻ്റെ ഇല. ഇതാ പയറിൻ്റെ ഇല. പയറിൻ്റെ ഇല. ഇത് ചൊറിയനം. ഈ ഇല വേണം. ചൊറിയനം എടുത്തിട്ടുണ്ട്. മത്തയുടെ ഇലയാണ്. മത്ത ഇതാ മത്തയുടെ ഇല. മത്തയുടെ ഇല മത്തയുടെ ഇല. പൊന്നാങ്കണ്ണി ചീര. പൊന്നാങ്കണ്ണി കണ്ണിനൊക്കെ വളരെ നല്ലതാണ്. കാഴ്ചശക്തി വർദ്ധിപ്പിക്കും. വെള്ള പൂ കണ്ട കമ്മല് പോലത്തെ. ഇതാണ് പൊന്നാങ്കണ്ണി. ഇത് ഈ ഇലയാണ് നെയ്യൂർണി. ഞങ്ങളവിടെ നെയ്യൂർണി എന്നാ പറയാ ഇലനെ. നിങ്ങളവിടെ എന്താ പറയാന്ന് അറിയില്ല. ഇല നെയ്യൂറിന് ഇവിടെ കുറേ നിൽക്കുന്നുണ്ട്. കണ്ട നെയ്യൂറിന് ഇവിടെ കുറേ നിൽക്കുന്നുണ്ട്. ഇതേ പിന്നെ ഇതറിഞ്ഞൂടെ പൊന്നാങ്കണ്ണി. കുറച്ചും കൂടി പൊട്ടിക്കാം. നല്ല ഇല ഇവിടെ മതി. ഒരു ചേമ്പിൻ്റെ ഇല എടുക്കാം കേട്ടോ. കാട്ടുചേമ്പില്ലേ അത്. അതിൻ്റെ ഒരല്ലേ വേണ്ടുള്ളൂ കേട്ടോ. ഒരല്ലേ പാടുള്ളൂ. അധികം ഇടാൻ പാടില്ല, അല്ലെങ്കിൽ ചൊറിയും. പിന്നെ ചൊറിയാതിരിക്കണമെങ്കിൽ പുളി എന്തെങ്കിലും ചേർക്കേണ്ടി വരും. അതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. കർക്കിടക മാസത്തിൽ ഇതൊക്കെ കഴിക്കണം നമുക്ക്. നമ്മുടെ